പിറന്നു വീഴുമ്പോ രണ്ട് കണ്ണും മേൽപോട്ട് ഉയർത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലാകുന്ന ചെറിയ കുഞ്ഞുമോ, ആ ചെറിയ ചോരപ്പൈതൽ, ആ ചെറിയ കുഞ്ഞുമോന്റെ രണ്ട് കൈയും ഭൂമിയിലേക്ക് ചേർത്ത് വച്ചിട്ടുണ്ട്. മുട്ടുകൾ ഭൂമിയിലേക്ക് ചേർത്ത് വച്ചിട്ടുണ്ട്. ഒരു സുജൂദിന്റെ കോലത്തിലാ, സുജൂദിന്റെ മാതൃകയിലാ കടന്നു വരുന്നത്. ആ കുഞ്ഞുമോന്റെ നാവിൽ നിന്ന് വരുന്ന മന്ത്രധ്വനി ദിക്റെന്താണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി കബീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. അല്ലാഹുവിന്റെ റസൂലാകുന്ന ചെറിയ കുഞ്ഞുമോ, ആ കുഞ്ഞിന്റെ ചുണ്ടിൽ നിന്ന് വരുന്ന ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ സുറുമ തേച്ചിട്ടുണ്ട്. ശരീരം എണ്ണ കൊണ്ട് കുളിപ്പിച്ചിട്ടുണ്ട്. സുന്നത്തെ കർമ്മം, ചേലാകർമ്മം ചെയ്തിട്ടുണ്ട്. ഉമ്മയും കുഞ്ഞുമായിട്ടുള്ളൊരു കണക്ഷൻ വയറുണ്ട്, പൊക്കോ കൊടി. അത് പിന്നീട് കട്ട് ചെയ്യലാണ് പതിവ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ പൊക്കോ കൊടി നേരത്തെ കട്ട് ചെയ്യപ്പെട്ട നിലയിലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അല്ലാത്ത ജനനം തന്നെ എത്ര എത്ര ആളുകളാ കടന്നു വന്നത്. ഇതൊരു സാധാരണ കുഞ്ഞല്ല. ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും അത്ഭുതപ്പെടുകയാ. എന്തൊരു സൗന്ദര്യമാ, എന്തൊരു ചന്തമാ. ആ കുഞ്ഞുമോന്റെ വളർച്ച നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്ത വലിയ ബഹുമതിയല്ലേ. വെറും 80 ദിവസം 80 നാള് മാത്രമായപ്പോ അല്ലാഹുവിന്റെ റസൂലാകുന്ന ചെറിയ കുഞ്ഞുമോൻ എന്ത് സാധനം കണ്ടാലും ആ വസ്തുക്കൾക്ക് വേണ്ടി കൈനീട്ടമായിരുന്നു. 3 മാസം, നമ്മുടെ നാട്ടിൽ 3 തിങ്കൾ, അതെ 3 മാസം 3 മന്ത്രി ആയപ്പോ അല്ലാഹുവിന്റെ റസൂൽ 90 ദിവസമായപ്പോ അല്ലാഹുവിന്റെ റസൂല് എഴുന്നേറ്റ് നിൽക്കുകയാ. നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കൾ അവർ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ, ചിരിക്കണമെങ്കിൽ, ഒന്ന് അങ്ങോട്ട് കമിഴ്ന്നു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കണമെങ്കിൽ എത്ര മാസം, എത്ര വർഷം നമ്മൾ കാക്കണം? 1, 2, 3, 4 വർഷം, കൊല്ലം ആവുമ്പോഴാ ആ കുഞ്ഞുമക്കൾ ഇങ്ങനെ ഒന്ന് ഉഷാറായി വരുന്നത്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 80 ദിവസമായപ്പോ എന്ത് കണ്ടാലും അതിനു വേണ്ടി കൈനീട്ടും. അത് കൊടുത്താൽ വാങ്ങും. തിന്നാൻ പറ്റിയ സാധനമാണെങ്കിൽ വായിലിട്ട് നോക്കും. അതേപോലെ 3 മാസമായപ്പോ റസൂൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. 4 മാസമായപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമര് പിടിച്ച് മതില് പിടിച്ച് നടന്നു പോകുകയാ. 4 മാസമായപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അത്ഭുതമല്ലേ. 4 മാസമാവുമ്പോ തന്നെ റസൂൽ ചുമര് പിടിച്ചിട്ട് നടന്നുപോയെങ്കിൽ 5 മാസം അല്ലാഹുവിന്റെ റസൂലിന് 5 വർഷമല്ല, കൊല്ലമല്ല, 5 മാസം അല്ലാഹുവിന്റെ റസൂലിക്ക് പ്രായമായപ്പോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ഒറ്റയ്ക്ക് നടക്കുകയാ. ഒരാളും കൈപിടിക്കുന്നില്ല, കൈപിടിക്കേണ്ട ആവശ്യമില്ല, ഒരാളെയും ആശ്രയിക്കേണ്ടി വരുന്നില്ല. ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. 6 മാസം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രായമായപ്പോ നല്ല പ്രൊനൗൺസിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് നല്ല സ്ഫുടമായ ലാംഗ്വേജിൽ, ഭാഷയിൽ നല്ല നിലയ്ക്ക് സംസാരിക്കും, നല്ല നിലയ്ക്ക് മിണ്ടുകയാണ്, നല്ല നിലയ്ക്ക് ഹബീബ് വാചാലനാവുകയാ. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന് 10 മാസമായപ്പോ ഹബീബ് കുട്ടികളോടൊപ്പം കളിക്കാൻ പോവുകയാ.
ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വലിയ അംഗീകാരമാണ്. ഏതുവരെ 63 കൊല്ലമല്ലേ, വർഷമല്ലേ ഹബീബ് ജീവിച്ചത്. ഈ 63 വർഷത്തിനിടയിൽ വെച്ച് അവിടുത്തെ തിരുശരീരത്തിൽ ഒരു ഈച്ച ഇരുന്നിട്ടില്ല. അതുപോലെ കൊതുകോ ഏതെങ്കിലും ജീവികളോ പ്രാണികളോ അവിടുത്തെ ശരീരത്തിൽ ഇരുന്നിട്ടില്ല. ഹബീബ് നടന്നു പോകുമ്പോ സലാം പറയുന്നത് മനുഷ്യര് മാത്രമല്ല, കല്ലുകൾ സലാം പറയുകയാ. മനുഷ്യര് സലാം പറയുന്നതിന് പുറമെ കല്ലുകളും മരങ്ങളും സസ്യങ്ങളും ജീവികൾ പോലും ഹബീബിനോട് സലാം പറയുകയാ. ഏതെല്ലാം വിധത്തിൽ നമ്മളേവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മഹത്തായ മജ്‌ലിസിന് അല്ലാഹു നിങ്ങൾ നൽകിയ അനുഗ്രഹം അഭിനന്ദനായ കാവൽക്കട്ട ഹസ്രത്ത് മഹാനവരുടെ നമ്മുടെ മഹത്തായ സദസ്സിലേക്ക് കടന്നു വരുന്നു. شكر علينا ما لله എല്ലാവരും ഇവിടെ ഇരിക്കുക. മഹാനവറുകൾ നമുക്ക് മഹത്തായ മജ്‌ലിസിൽ നസീഹത്തും ഇവിടുത്തെ നിർഭരമായ പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവും. അല്ലാഹു ഇതുപോലത്തെ മഹാരഥന്മാരെ മനസ്സറിഞ്ഞ പൊരുത്തം കിട്ടിയ യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ, യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത അംഗീകാരമാണ്. വെറും 80 ദിവസമാകുമ്പോ എന്ത് സാധനം കണ്ടാലും കൈനീട്ടും, കൊടുത്താൽ വാങ്ങും. 3 മാസമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചുവര് പിടിച്ച് മതിൽ പിടിച്ച് നടന്നുപോകും. 4 മാസമാകുമ്പോ റസൂലുള്ള എഴുന്നേറ്റ്, 3 മാസമാകുമ്പോ എഴുന്നേറ്റ് നിൽക്കും. 4 മാസമാകുമ്പോ ചുവര് പിടിച്ച് നടന്നുപോകും. 5 മാസമായപ്പോ റസൂലുള്ള ഒറ്റയ്ക്ക് നടന്നു പോവുകയാ. 6 മാസമാകുമ്പോ നല്ല പ്രൊനൗൺസിയേഷൻ ഉപയോഗിച്ച് നല്ല സ്ഫുടമായ ലാംഗ്വേജിലെ ഭാഷയിൽ റസൂലുള്ള സംസാരിക്കുകയാണ്. അതേപോലെ 10 മാസമാകുമ്പോ റസൂലുള്ള സന്തോഷത്തോടുകൂടെ കുട്ടികളോടൊപ്പം കളിക്കാൻ പോവുകയാ. 63 വർഷക്കാലയളവിൽ അവിടുത്തെ ശരീരത്തിൽ ചേരുന്നിട്ടില്ല, അവിടുത്തെ ശരീരത്തിൽ നിഴലും ഉണ്ടായിട്ടില്ല. ഹബീബിനോട് പരാതി പറയുന്നത് മാൻപേടകൾ വന്നുകൊണ്ടാ, ഒട്ടകങ്ങൾ പോലും വന്നുകൊണ്ട് ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ യജമാനനിൽ നിന്നിട്ട് എനിക്ക് പ്രയാസം വന്നിട്ടുണ്ട്. എനിക്ക് ഭക്ഷണം തരാതെ എന്നെ ഓവർ ജോലി ചെയ്ത് എന്നെ പീഡിപ്പിക്കുന്നുണ്ടെന്ന് പരാതി പറയാൻ, ആ പ്രയാസങ്ങൾക്ക് സോൾവ് ലഭിക്കാൻ വേണ്ടി പോലും സമീപിക്കുന്ന നേതാവ്, ലോകത്തെ 140 കോടി മുസ്ലിങ്ങളെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ ഈ ചക്രവർത്തി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ആ നേതാവിന് ലോകത്തുള്ള സർവ്വ വസ്തുക്കളും താഴെയാ. ചന്ദ്രനെ കാണിച്ച് ഹബീബ് ചൂണ്ടിക്കാണിച്ചപ്പോ ആ നിലാവ് 2 കഷ്ണമായി തെന്നി മാറുകയാ. അതേ ഹബീബിനെ കാണുമ്പോ സൂര്യൻ ഓടിയൊളിക്കുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മല കൊടുത്ത 10ഓളം വരുന്ന മഹദികളുണ്ട്. ഏറ്റവും കാലം കൂടുതൽ മല കൊടുത്ത മഹദിയാണ് അലീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹാ. ആ മഹാമഹദി അവരുടെ മൂത്ത മകളുടെ പേരാണ് ഷൈമാ ബീവി. ആ ഷൈമാ ബീവി പറയുകയാണ്, ഷൈമാ ബീവിയോട് എന്ന് പറയുന്നു, മോളെ, നമ്മുടെ പൊന്നാങ്ങള നിന്റെ പൊന്നു കുഞ്ഞിലേക്ക് ഒരു നിലക്കും ബുദ്ധിമുട്ട് പ്രയാസം വന്നുകൂടാ. ഈ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് വെയിൽ തീ സ്പർശിച്ച് ഒരു നിലക്കും ചൂട് തട്ടിക്കൂടാ. എന്നിട്ട് പറയുന്നു, മോളെ, ഈ കുഞ്ഞിന് എല്ലാ സംരക്ഷണവും കൊടുക്കണം. എന്തുകൊണ്ടാ? ഷൈമാ ബീവിയോട് എന്ന് പറയുന്നത്, ഈ ഷൈമാ ബീവിയാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്, കുഞ്ഞിനെ താരാട്ട് പാടിയിറക്കുന്നത്. കുഞ്ഞായ മുഹമ്മദ് റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മുടിച്ചീകി കൊടുത്തത്, മടിയിൽ കിടത്തി ഉറക്കിയത്. സൈമാ ബീവിയോട് ഉമ്മ പറയുന്നു, മോളെ ഈ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് വെയിൽ തട്ടിക്കൂടാ, ചൂട് തട്ടിക്കൂടാ. സൈമാ ബീവി തിരിച്ചുമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പറയുകയാണ്, ഉമ്മാ ഈ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് വെയിൽ തട്ടുന്ന പ്രശ്നമില്ല, ചൂട് അനുഭവപ്പെടൂല, സൂര്യപ്രകാശം തട്ടൂല. കാരണമെന്താണ്? ഈ കുഞ്ഞിനെ ഞാൻ എന്റെ വീടിന്റെ അകത്തലങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് പുറത്ത് സൂര്യന്റെ വെളിച്ചം കണ്ട ഈ കുഞ്ഞിനെ ഞാൻ വീട്ടിൽ നിന്ന് അതേ വീടിന്റെ വരാന്തയിലേക്ക് കൊണ്ടുവന്ന അതാ സൂര്യൻ ഓടിപ്പോവുകയാ, നല്ല കാർമേഘം വന്നുകൊണ്ട് അണയിട്ട് കൊടുക്കുകയാ. മരങ്ങളെ പോലും അവിടുത്തെ മാടി വിളിച്ചപ്പോ വന്ന സംഭവമുണ്ട്. അഷ്ജാറു സാജിദതൻ തംശീലൈനാ സാതിന്ദിലാ ഖദമി. അതേ റസൂലുള്ള മരത്തെ മാടി വിളിച്ചപ്പോ മരം സുബ്ഹാനല്ലാഹ് നടന്നു വരികയാ. അതിന്റെ പാദം കാണുകൊണ്ട് നടന്നു വരുന്നത് പോലെ ഹബീബിന്റെ ചാരത്ത് വന്ന് സാഷ്ടാംഗം നമിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്ന് സുജൂദ് ചെയ്യുകയാ. ഇങ്ങനെ വലിയ മഹത്വമല്ലേ നമ്മുടെ ഹബീബിനല്ല നൽകിയത്. ഞാൻ നിർത്തട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ ഹസ്രത്തിനെ ഇരുത്തിയും പ്രസംഗിക്കുന്നത് അതബുകേടാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ സംഘ കുടുംബം നമുക്കല്ല തന്ന വലിയ നേമത്താ. ഞാൻ പറഞ്ഞുവല്ലോ, നമുക്കല്ല തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ. ഒന്ന് നമ്മെ മുസ്ലിമാക്കി പഠിച്ചു, മറ്റൊന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായി നമുക്ക് ജീവിക്കാൻ സാധിച്ച അവസരമുണ്ടായി. മറ്റൊന്ന് നമുക്ക് യഥാർത്ഥ സുന്നികളായി ഇവിടെ ജീവിക്കാൻ സാധിച്ചുവല്ലോ. ആരാണ്? നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ല, എന്നാലും ദീന് നമ്മിലേക്ക് എത്തിച്ചു വന്ന മഹാന്മാരെ സ്വീകരിക്കാൻ പാരമ്പര്യമുണ്ടായ നാടുകളാണ് കേരളവും നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ നിലനിൽക്കുന്ന കർണാടകവും. അതേപോലെ വലിയ മഹത്തുക്കൾ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ നാടുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ 63 വർഷം കാലം ജീവിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അറഫയിൽ വെച്ചുകൊണ്ട് വിടവാങ്ങൽ പ്രഭാഷണം നടത്തി. അയ്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തോടുകൂടെ പരിശുദ്ധ ഇസ്ലാം നിങ്ങളിലേക്ക് പരിപൂർണമായി പൊരുത്തപ്പെട്ട് പൊട്ടിപ്പെട്ടുകൊണ്ട് ഞാൻ ഏൽപ്പിക്കുകയാണ് സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് ദീന് പൂർത്തീകരിച്ച് അതിന്റെ സമ്പൂർണ്ണ പ്രഖ്യാപനം നടത്തി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, 1.25 ലക്ഷം വരുന്ന സഹാബത്താണ് അവിടെ ഒരുമിച്ച് കൂടിയത്. അവരോട് പറയുന്നു, പ്രിയപ്പെട്ട സഹാബാ, ഈ ദീന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെന്നിട്ട് ദീനെ പ്രചരിപ്പിക്കണേ. ഈ പ്രൗഢമായ സദസ്സിൽ വരാൻ ഭാഗ്യം അവസ്ഥ ലഭിക്കാതെ ആളുകൾ, ഇവിടെ സന്നിഹിതരാവാത്ത ആളുകളുണ്ട്. അവരിലേക്കും കൂടി ഇസ്ലാമിന്റെ സന്ദേശം, ഞാൻ പറഞ്ഞ ആശയം എത്തിച്ചു കൊടുക്കണമെന്ന മോട്ടിവേഷൻ കൊടുക്കുകയാ. അതിന്റെ ഭാഗമായിട്ടാണ് 1.25 ലക്ഷം വരുന്ന സഹാബത്ത് റസൂലുള്ളാഹിന്റെ പ്രസംഗം കേൾക്കാൻ മജ്‌ലിസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മദീനയും മക്കയടങ്ങുന്ന വലിയ നഗരങ്ങളിൽ, ആ വലിയ പുണ്യഭൂമിയിൽ അവിടെ അന്തിവിശ്രമം കൊള്ളുന്നത്, അവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാര് വെറും 10,000-ൽ താഴെ വരുന്ന മഹാന്മാരാണ്, സഹാബികളാണ്. മറ്റുള്ള മെജോറിറ്റി ഭൂരിപക്ഷം വരുന്ന സഹാബത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി കടന്നു ചെല്ലുകയാ. അങ്ങനെയാണ് മഹാനായ കാസർഗോഡ് ജില്ലയിലെ തളങ്കരയിൽ അന്തിവിശ്രമം കൊള്ളുന്ന സയ്യിദുനാ മാലിക് ഇബ്നു ദീനാർ
റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത്, വലിയ മഹത്തുക്കൾ പിൽക്കാലത്ത് കടന്നു വരുന്നത് ഉത്തരേന്ത്യൻ നാട്ടിൽ വലിയ അഭിമാനമായി, ആത്മീയ നേത്രമായി നമ്മുടെ മജ്ലിസ് പോലും ആ മഹാനുഭാവന്റെ നാമധേയത്തില മഹാനായ സുൽത്താൻ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ ചിശ്തിൽ അജ്മീരി റളിയല്ലാഹു തആല അൻഹുവിലൂടെ എത്ര ആളുകളാ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അത് ബഹുന്നരായ ഫത്താബിസ്ഥാൻ ആ വിഷയത്തെ അധികരിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരേ, അല്ലാഹു നമുക്ക് ചെയ്ത വലിയ സൗഭാഗ്യമാണ് ഈ പ്രസ്ഥാനത്തിലെ സംഘകുടുംബത്തിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചത്. നമുക്ക് ദീനെത്തിച്ചു വന്ന മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരുന്ന സമയത്ത് അവർ സ്വീകരിക്കാനേറ്റ മുസ്ലിങ്ങളില്ല. ഇവിടെയുള്ളത് ക്രിസ്ത്യാനികളാണ്, ഹിന്ദുക്കളാണ്, ബുദ്ധരാണ്, ജൈനരാണ്, ഒരുപാട് ജാതികളും മതങ്ങളും സംസ്കാരങ്ങളുമുള്ള ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നിട്ട് ആദ്യം അവർ സ്വീകരിക്കുന്ന അപ്പു എന്ന് പറയുന്ന മുസ്ലിം സുഹൃത്ത് ഇളനീര് കൊടുക്കുന്നു. അവർക്ക് എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണ സംവിധാനങ്ങൾ, താമസ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തു കൊടുക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ പള്ളി വേണം, പള്ളിക്ക് വേണ്ടി സ്ഥലം മുസ്ലിങ്ങളുടെ പേരിൽ ഒരു തുണ്ട് ഭൂമി പോലുമില്ല. ആ സമയത്ത് മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കാൻ ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ പള്ളിയായ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ്, കാസർഗോഡിലെ തളങ്കരയിലെ പള്ളി, കണ്ണൂർ ജില്ലയിലെ മാടായി ശ്രീകണ്ഠപുരം ധർമ്മടം പള്ളി, കർണാടകയിലെ മംഗലാപുരത്ത് സീനന്ദ പക്ഷേ പള്ളിയടക്കമുള്ള 12 പള്ളികൾ നിർമ്മിച്ചപ്പോ ആ പള്ളികൾ നിർമ്മിക്കാൻ ഇവിടെ സ്ഥലം സൗകര്യങ്ങൾ സൗജന്യമായി ഫ്രീയായി നൽകിയത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ്. എന്തുകൊണ്ടാ മുസ്ലിങ്ങളായ അറബികളായ ഇവരെ സ്വീകരിക്കാൻ, ഈ ഊഷ്മളമായ വരവേൽപ്പ് നൽകാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? പരിശുദ്ധ ഇസ്ലാം. ലോകത്തെ ശാന്തിയും സമത്വവും സാഹോദര്യവും മതേതരത്വം പഠിപ്പിച്ച പരിശുദ്ധ ദീൻ, ആ യഥാർത്ഥമായ ദീനിന്റെ വാക്താക്കളായി കടന്നു വന്നവർ കറുത്തവരും വെളുത്തവരും പാവപ്പെട്ടവരും പണക്കാരനും അടിമയും ഉടമയും തൊഴിലാളിയും മുതലാളിയും അവർണരും സവർണരും പണ്ഡിതരും പാമരും കർഷകരും വ്യാപാരികളും ലോകത്തിലുള്ള സർവ്വരും നീതിയോടെ സമത്വത്തോടെ സാഹോദര്യത്തോടെ കാരുണ്യത്തോടെ മതേതരത്വ ബോധത്തോടെ നീതിയോടുകൂടെ നല്ല ധർമ്മബോധത്തോടുകൂടെ ജീവിക്കാൻ പഠിപ്പിച്ച മതം ഇന്നദ്ദീന ഇൻദല്ലാഹി ഇസ്ലാം. അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യോഗ്യമായ മതമായ ഇസ്ലാം മാത്രമാണല്ലോ. ഇസ്ലാമിനെ കണ്ടതുകൊണ്ടാ പിൽക്കാലത്ത് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എത്ര ആളുകളാ കടന്നു വന്നത്? നമ്മുടെ ഉപ്പാപ്പന്മാര് പോലും കടന്നു വന്നത് കൊണ്ടല്ലേ നമ്മൾ ഇവിടെ അന്തസ്സോടെ യശസ്സോടെ പ്രൗഢിയോടെ ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ വന്നിട്ട് ഇവിടെ തീവ്രവാദം, ഉഗ്രവാദം, ഭീകരവാദം, ടെററിസം ഒരു നിരക്കുന്നവര് പ്രചരിപ്പിച്ചിട്ടില്ല. വാളുകൊണ്ട് ഇസ്ലാം ഒരു നിലത്തും ഒരു ഭാഗത്തും പ്രചരിച്ചിട്ടില്ല. എന്നാൽ അൽഹംദുലില്ലാഹ് ആ മഹാന്മാരായ പണ്ഡിതന്മാര് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ചാരത്തിൽ നിന്ന് ദർസ് ഓതി കേൾക്കാനും പഠിക്കാനും അവസരം കിട്ടിയ ആ മഹത്തുക്കൾ നിർമ്മിച്ച 12 പള്ളികൾ, ആ പള്ളികൾ ഇന്നും പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ മകുടോദാഹരണമായി നിലനിൽക്കുകയാ. ആ പള്ളികൾ നിർമ്മിച്ചിട്ട് പള്ളികളിൽ അവര് നടപ്പിലാക്കുന്ന സ്ഥാപിക്കുന്ന ആചാരമെന്താ? നിസ്കാരം ഹബീബ് പറഞ്ഞതുപോലെ ഇമാമും ജമാഅത്തായി നിസ്കരിക്കാൻ അവിടെ സ്ഥാപനം, അവിടെയെല്ലാം ഇതിനുള്ള സംവിധാനങ്ങൾ ആരംഭിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ റമദാൻ മാസം വരുമ്പോ 20 റക്അത്ത് തറാവീഹ് നിലനിർത്തുകയാ. അറബിയിലുള്ള ഖുതുബ അവിടെ ഓതി കേൾപ്പിക്കുകയാ.
അതേപോലെ സ്ത്രീകളില്ലാത്ത ജനജമാഅത്ത് ഖുനൂത്തും കൂട്ടുപ്രാർത്ഥനയും അനുസ്മരണവും ഇസ്തിഗാസയും തവസ്സുലും എല്ലാം പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിലനിർത്തുകയാണ്. ഇന്ന് മാറ്റമില്ലാതെ ആ പള്ളികളിൽ അതേപോലെ നിലനിൽക്കുകയാണ്. ഒരു സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കുന്ന മുജാഹിദുകളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്, തബ്ലീഗുകാരുണ്ട്, അവാന്തര വിവാദ പ്രസ്ഥാനങ്ങളുണ്ട്, വഹാബികളുണ്ട്, സലഫികളുണ്ട്. എന്നാൽ അവരോട് ചോദിച്ചോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തല്ലേ സ്ത്രീകളെ ചെന്നിട്ട് ഹബീബിനോട് പറഞ്ഞത്, ഹബീബായ നബിയേ ഞങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ചോട്ടെ നബിയേ. പുരുഷന്മാര് ആണുങ്ങൾ വന്നിട്ട് പള്ളിയിൽ ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോ അവിടുത്തെ പിന്നിൽ അവർക്ക് വലിയ പ്രതിഫലമാണ്, വലിയ കൂലിയാണ് ലഭിക്കുന്നത്. ആ അവസരം ഞങ്ങൾക്ക് നിഷേധിക്കുകയാണോ നബിയേ? ഞങ്ങളും വന്ന് നിസ്കരിച്ചോട്ടെ. അല്ലാഹു അങ്ങനെയുള്ള ഇബ്ലീസിന്റെ ഏജന്റുമാരായ ആ വഹാബികളെ ശർറിനെ തൊട്ട് ഈ നാടിലെയും മുസ്ലിം സമുദായത്തെയും കാത്തു രക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച, സഹാബത്ത് പഠിപ്പിച്ച, താബീങ്ങളെ പഠിപ്പിച്ച, താബീങ്ങളെ പഠിപ്പിച്ച ആ പരിശുദ്ധ ദീൻ മാറ്റങ്ങളില്ലാത്ത, വളച്ചൊടുക്കലില്ലാതെ, പരിഷ്കരിക്കലില്ലാതെ, അതിന്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്താതെ മഹാനായ മമ്പുറന്നങ്ങള്, ആലുമുസ്ലിയാര്, മഹാനായ മഹദൂമുമാര്, ഉള്ളാള് സയ്യിദ് മുഹമ്മദ് ഷരീഫ് മദനി തങ്ങള്, ഒരുപാട് സൂഫി ഷഹീദ് തങ്ങള്, ലോകത്ത് നിലനിൽക്കുന്ന വലിയ പണ്ഡിത മഹത്തുക്കള്, ഓരാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആധികാരിക മതപണ്ഡിത സഭ 90 വർഷങ്ങൾക്ക് മുമ്പ് 1926 സ്ഥാപിതമാവുമ്പോ അതിന്റെ സാരഥ്യമേറ്റെടുത്ത മഹാനായ വരക്കൽ മുല്ലകോയ തങ്ങള്, മഹാനായ പാങ്ങിലേറ്റ് അഹ്മദ് കുട്ടി ഉസ്താദ്, മഹാനായ പറവണ്ണ ഉസ്താദ്, വാണിയമ്പലം ഉസ്താദ്, ശൈഖുന അബ്ദുൽ ബാരി ഉസ്താദ്, ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് ഉസ്താദ്, ബഹുന്നരായ വാണിയമ്പലം ഉസ്താദ്, കരുവണ ഉസ്താദ്, പാണക്കാട് PMS പുക്കോയ തങ്ങള്, അബ്ദുറഹ്മാൻ ബാസഖി തങ്ങള്, ശംസുൽ ഉലമ EK ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ മർഹൂം അസ്സം മുസ്ലിയാര്, ഈ പണ്ഡിത ലോകത്തേക്ക് നമുക്ക് മാതൃകയായി അടുത്ത ലോകത്ത് വിട പറഞ്ഞു പോയ ഉള്ളാളെ സയ്യിദ് മുഹമ്മദ് ഷരീഫ് മദനി തങ്ങളുടെ ചാരത്ത് 64 വർഷക്കാലം ദർസ് നടത്തിട്ട് കേരളത്തിലും കർണാടകയിലും വലിയ മഹാനുഭാവൻ ഇന്ന് അന്തസ്സോടെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും വെൽത്തങ്ങാടിയിലും മംഗലാപുരത്തിന്റെ ഭാഗങ്ങളിലും ഉള്ളാളം പരിസരങ്ങളിലും കർണാടകയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ഇജ്ജത്തോടെ സുന്നത്തമയത്തിന്റെ രൂപത്തിൽ ഒരുമിച്ചുകൂടാ അവസരമുണ്ടാക്കി തന്ന ആയിരക്കണക്കിന് മദനി പണ്ഡിതന്മാരെ അഭിനന്ദരായ ഉസ്താദ്, സുന്നി ജനലക്ഷങ്ങളുടെ ആത്മീയ നേതാവ് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, റബ്ബേ ആ മഹാനുഭാവന്റെ ദറജ ഉയർത്തി കൊടുക്കണമല്ലോ. അവരെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ നീ നന്നാക്കി തരണം റബ്ബേ. അതേ മഹാനായ താജുൽ ഉലമ പഠിപ്പിച്ചതാ നമ്മുടെ ദീൻ. മഹാനായ നൂറുൽ ഉലമ എന്നെ ഉസ്താദ്, ലോകത്ത് മദ്രസ എന്ന സംവിധാനങ്ങളില്ല. 1951 അവിടുത്തെ ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് ഉദിച്ചു വന്ന ആശയമാ. നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് ഹബീബിനെ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ബാലപാഠങ്ങളും നിസ്കാരങ്ങളും മറ്റു നിയമ വിധികളും പഠിക്കണം. അതിന് നല്ല അവസരങ്ങൾ വേണം, പ്ലാറ്റ്ഫോമുകൾ വേണം, നല്ല മദ്രസകൾ വേണമെന്ന അനിവാര്യതയെ മനസ്സിലാക്കിയിട്ട് ഓരോ മഹല്ലിലേക്ക് കടന്നു വന്നിട്ട് ഓലശത്ത് കൊണ്ട് തുടക്കം കുറിച്ച മദ്രസ പ്രത്യേകമായ ബോർഡും സിലബസും സംവിധാനങ്ങളും ഒരുക്കി ഫറാസ ബോർഡ് എന്ന പേരിൽ തുടക്കം കുറിച്ച് 7000-ഓളം വരുന്ന മദ്രസകൾ 1989 വരെ മഹാനായ ഉസ്താദും ഉള്ളാളം തങ്ങളും മഹാന്മാരായ ആലിമിങ്ങളും തരുവണ ഉസ്താദടക്കമുള്ള സാരഥികളും ചേർന്നുകൊണ്ട് അവരുടെ അധ്വാന ഫലമായി പല മദ്രസകളും ഓരോ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ സ്ഥാപിച്ചു. അൽഹംദുലില്ലാഹ്. അങ്ങനെ 1989 സമുദായ പാർട്ടിയുടെ അച്ചാരം വാങ്ങിയിട്ട് ഈ ദീനിനെ അത് തീരെഴുതി കൊടുക്കാ ആദർശം പണയം വെച്ചുകൊണ്ട് ഏതെങ്കിലും വഹാബികളുമായിട്ടുള്ള പൂർണ്ണമായ സമീപനത്തോട് അവരുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട്
സുന്നത്തോടുകൂടെ യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും പേടിക്കാത്ത വലൂത്താനവഹുദീ എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റക്കാണ് എന്ന് പറഞ്ഞ ആർജവത്തോടെ തന്റേടത്തോടെ മഹാനായ താജുൽ ഉലമ ഇറങ്ങി വന്നില്ലേ? മഹാനായ നൂറുൽ ഉലമയും സുൽത്താനുൽ ഉലമയും കൗസുൽ ഉലമയും മണ്ടോണ ഉസ്താദ്, പി.എ. ഉസ്താദ്, മാലിക് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ ഇറങ്ങി വന്നു. താജുശ്ശേരി ശൈഖ് അലിക്കുഞ്ഞ് ഉസ്താദിനെ പോലത്തെ മഹാന്മാർ അവരെല്ലാം ഈ പ്രസ്ഥാനത്തിനോടൊപ്പം ഇറങ്ങി വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം 1989 സുന്നി വിദ്യാഭ്യാസ ബോർഡ് അൽഹംദുലില്ലാഹ് ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട്, ശാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട്, ഇങ്ങനെ വിവിധ മദ്ഹബുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 8 ഭാഷകളിലായി ഇന്ന് കേരളത്തിലും കർണാടകയിലുമുള്ള ഉത്തരേന്ത്യൻ നാടുകളിൽ പോലും, GCC രാഷ്ട്രങ്ങളിൽ പോലും, യൂറോപ്യൻ ആഫ്രിക്കൻ നാടുകളിൽ പോലും, ഇന്ത്യ രാജ്യത്തെ ഡൽഹിയിൽ ഓൾ ഇന്ത്യ എഡ്യൂക്കേഷൻ ബോർഡിന്റെ പൂർണ്ണമായ അധികാരത്തിൽ ഇന്ന് അഭിമാനത്തോടെ പറയാൻ 7000-ഓളം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാഠപുസ്തകങ്ങൾ, ഇതിനെല്ലാം കാരണക്കാരനാരാ? മഹാനായ നൂറുൽ ഉലമ എന്ന ഉസ്താദ് സഅദിയുടെ ചാരത്ത് നമ്മിൽ നിന്ന് അന്ത്യവിശ്രമങ്ങൾ എന്ന മഹാനുഭാവ് റബ്ബേ അവരെ ബർക്കത്തുകൊണ്ട് പ്രചോദനമാക്കുകയാ, ജയിലറകളെപ്പോലെ മണിയറകളാക്കി സ്വീകരിക്കുകയാ. ഇങ്ങനെ അല്ലാഹുവിനെ മാത്രം പേടിച്ച് ഹബീബിനെ സ്നേഹിച്ചുകൊണ്ടാ ഉസ്താദ് ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ടാ ഉസ്താദ് നല്ല വലിയ അംഗീകാരം കൊടുത്തത്. ഏതെങ്കിലും ഉസ്താദിനെ സ്നേഹിച്ച് നല്ല സൗകര്യമുള്ള കാറ് വാങ്ങി കൊടുക്കുമ്പോ, നല്ല വീട് വെച്ച് കൊടുക്കുമ്പോ നമ്മൾ എന്തിനെ അസൂയപ്പെടണം? ഉസ്താദ് നല്ല കൊടുത്ത അംഗീകാരമാ. അള്ളാഹു ഒരുപാട് ഔലിയാക്കന്മാര്, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ഔലിയാക്കന്മാരെ തർബിയത്തിലാ ഉസ്താദ് വളർന്നത്. മഹാനായ CM വലിയുമായ മടവൂർ ശൈഖ്, മഹാനായ വടകര മുഹമ്മദ് ഹാജി തങ്ങള്, മഹാനായ ചാത്തനങ്ങാട് ബാപ്പ ഉസ്താദ്, മഹാനായ ഉസ്താദ് നസാത്തീദ് ഉസ്താദ്, ഇങ്ങനെ അടക്കമുള്ള മഹാനായ മഞ്ഞനാട് ഉസ്താദ്, ശൈഖുന ആലംബാദ് ഉസ്താദ് അടക്കമുള്ള ദീനനുസരിച്ച് തള്ളിനീക്കിയ മഹത്തുക്കള് പോരാ, വലിയ രൂപത്തിൽ അറബ് ലോകത്ത് അറിയപ്പെട്ട പണ്ഡിത കാലം തന്നെ പറയുന്നു. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മൻ തമസ്സക ബിസുന്നതി ഇന്ദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ശഹീദ്. അവസാന കാലഘട്ടമാകുമ്പോ എന്റെ സമുദായം ഒരുപാട് പാർട്ടികളായില്ലേ, ഒരുപാട് ഗ്രൂപ്പുകളായി. അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിലല്ലേ പറഞ്ഞത്, ശതഫതുരുക്കു ഉമ്മത്തി അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാഹുല്ല തൻവാഹിദ. എന്റെ സമുദായം 73 പാർട്ടികളായി ഛിന്ന ഭിന്നമാവുകയാ, അത് പരസ്പരം ഡിവൈഡാകുകയാ. അങ്ങനെ 73 പാർട്ടികൾ ഛിന്ന ഭിന്നമായപ്പോ അതിൽ 72 കുല്ലുഹും ഫിന്നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, 72 വിഭാഗം നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ മുന്നിലിരിക്കുന്ന സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഇല്ലാമില്ല തൻവാഹിദ എന്ന് പറഞ്ഞ വിഭാഗം ഏതാ? ഹബീബായി നബിയുടെ പ്രതികരണം വരികയാ, മാ അന അലൈഹി വസഹബി. ഞാനും എന്റെ സഹാബത്തും ഏത് റൂട്ടിലൂടെയാ സഞ്ചരിച്ചത്, അതേ റൂട്ടിലൂടെ സഞ്ചരിച്ചവരാ. അതൊരു പരിശുദ്ധ ഇസ്ലാമിൽ വെള്ളം ചേർക്കാത്തവരാ. ആ യഥാർത്ഥമായ ദീനിൽ ഉറച്ചു നിൽക്കുന്ന നമ്മൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഫിത്നയും പ്രസാദും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമ്മളെ ഹബീബിന്റെ സുന്നത്ത് അവിടുത്തെ ചെല്ലിയ നമ്മളെ മുറുകെ പിടിച്ചാ നമ്മൾ ചോദിക്കേണ്ടി വരില്ല. 100 ഷഹീദിന്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ജീവിക്കുന്ന കാലം ഈ സംഘ കുടുംബത്തിൽ യഥാർത്ഥ സുന്നി
സുന്നിയായി നമ്മൾ ജീവിച്ച മഹാന്മാര് കടന്നു പോകുന്ന സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ നമുക്കും കടന്നു ചെല്ലാൻ സാധിക്കും. ആളുകൾക്ക് മാത്രമേ യഥാർത്ഥ സ്വർഗമുള്ളൂ. അല്ലാഹു റസൂൽ അവരെ മാത്രമാ രക്ഷപ്പെടുത്തുന്നത്. ഓടാ എന്ന് പറഞ്ഞ് അത്തിയോടിക്കുന്ന വിഭാഗമാരാ. അല്ലാഹു റസൂൽ പഠിപ്പിച്ച് ദീനിനെ വളച്ചൊടിച്ചവര്, 20 റക്അത്തിന് വെട്ടിച്ചിരിക്കിയവര്, അറബിയിലുള്ള ഖുത്ബ എടുത്ത് മാറ്റിയവര്, കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും വേണ്ട എന്ന് പറഞ്ഞവര്, സയ്യിദന്മാരെ ബഹുമാനിക്കണ്ട എന്നാൽ നിർബന്ധം വെച്ചവര്, ആലിമുകളെ പരിഗണിക്കരുതെന്ന രൂപത്തിൽ സംസാരിച്ചവര്, ഇന്ന് ലോകത്ത് ദീനിനെ മാറ്റിവരച്ച മുഴുവൻ പുത്തനാശയക്കാര് അവരെ പോടാതെന്ന് പറഞ്ഞ് അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. അതുകൊണ്ടെന്നെ പ്രിയപ്പെട്ടവര്, ജീവിക്കുന്ന കാലം യഥാർത്ഥ സുന്നിയായി കൃത്യമായി നിസ്കാരം നിർവഹിച്ച് തലമറച്ച് മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ച് നല്ല താടി വെച്ചുകൊണ്ട് എല്ലാവരുടെ ഹബീബിന്റെ പേരിൽ ഒരു ദിവസത്തിൽ 100 സ്വലാത്തെങ്കിലും പറഞ്ഞു. അതേ വെള്ളിയാഴ്ച തിങ്കളാഴ്ച പോലത്തെ ദിവസങ്ങൾ സ്വലാത്തുകൾ ഇങ്ങനെ കൂടുതലായി അധികരിപ്പിച്ച് ഹബീബുമായി അങ്ങേറ്റം ബന്ധം സ്ഥാപിക്കുന്ന അച്ചടക്കമുള്ളവരായി, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരായി, സാദാത്തുക്കളെ പൊരുത്തത്തിന് വേണ്ടി അവരുടെ പിന്നിൽ ഒതുങ്ങി നിൽക്കുന്നവരായി, നല്ല നിലയ്ക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ആസാറുകൾ ശഅറ് മുബാറക്കടക്കമുള്ള പരിശുദ്ധ തിരുശേഷികൾക്ക് കൊടുക്കേണ്ട മഹത്വം നൽകി നല്ല നിലയ്ക്ക് ഈ സംഘ കുടുംബത്തിൽ യഥാർത്ഥ ദീനിൽ നമ്മൾ അടിയുറച്ചു നിന്നാൽ നമുക്ക് നമ്മുടെ മഹത്വത്തിൽ സ്വർഗത്തിലേക്ക് ഹബീബിന്റെ പിന്നിൽ കടന്നു ചെല്ലുമ്പോ സാധാരണക്കാരായ നമ്മൾ മോശക്കാരാണെങ്കിലും അവരെ സ്നേഹിച്ച ബർക്കത്ത് കൊണ്ട് അവരെ പിന്നിൽ ഒതുങ്ങി നിന്ന കാരണം കൊണ്ടെങ്കിലും സാധുക്കളായി നമ്മയും അല്ലാഹു സ്വർഗത്തിലേക്ക് കടത്തുകയാണ്. അല്ലാഹുവേ, ആ യഥാർത്ഥ സ്വർഗത്തിന്റെ അധികാരായ ഭാഗ്യവന്മാരെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തി തരണമെന്നോ. അല്ലാഹുവേ, പാവങ്ങളായ നിങ്ങൾ മോശക്കാരാ, ഇന്നില്ലാത്തവരാ, തക്കവയില്ലാത്തവരാ, ഈ ഭാവത്തിൽ പിന്നില ഹുശൂമിഹലാസും കുറഞ്ഞവരാ. റബ്ബേ, നിങ്ങളെ മോശക്കാരാണെങ്കിലും നിന്റെ പള്ളിയുടെ ചാരത്ത് റജബ് മാസത്തിൽ മഹാനായ ഹസ്രത്തടക്കമുള്ള മഹത്തുക്കളെ സാന്നിധ്യത്തിൽ ഒരുപാട് നല്ലവരായ ഉന്നതന്മാര് മോമിനീങ്ങൾ മോമിനാത്തുകൾ ഒരുമിച്ച് കൂടിയ മജ്‌ലിസ് ഞങ്ങൾ ചോദിക്കുന്ന റബ്ബേ, ഈ പരിശുദ്ധമായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, പള്ളിയുടെ ബർക്കത്ത് കൊണ്ട്, ഖുർആന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ ആമീൻ പറയുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണമല്ല. ഞങ്ങളെ ദുആ സ്വീകരിക്കണം റബ്ബേ. മരിക്കുന്ന സമയം ആഖിബത്ത് നന്നായി ഹബീബിന്റെ പൊന്നാര പൂമുഖം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമ ഉച്ചരിച്ച് മരിക്കാം ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റബ്ബേ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഓടി നടന്ന പലരുമുണ്ട്. സോഷ്യൽ മീഡിയകളിലും അതുപോലെ ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി ഫ്ലക്സ് സ്ഥാപിച്ചവർ, പോസ്റ്റർ പതിപ്പിച്ചവരുണ്ട്. ഗൾഫിലുള്ള പലരും സഹായങ്ങൾ ചെയ്തവരുണ്ട്. നാട്ടിലുള്ള പലരും ആത്മാർത്ഥമായി സഹകരിച്ച ഉന്നതന്മാരുണ്ട്. ഇതിനു വേണ്ടി ഓടി നടക്കുന്ന മുഅ്മിനുൽ ഇസ്ലാം യങ് മെൻസ് അസോസിയേഷന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരുണ്ട്. അതിന് രാവും പകലും ഓടി നടന്ന് അധ്വാനിച്ചവരുണ്ട്. നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയിലെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഓടി നടന്നവരുണ്ട്. അതുപോലെ ബഹുമാനായ ഉസ്താദ് എല്ലാം നേതൃത്വം വഹിച്ച് അവർക്ക് നിർദ്ദേശം നൽകി അങ്ങനെ എല്ലാവർക്കും ഈ പരിപാടി ഈ രൂപത്തിലാക്കി തീർക്കാൻ അധ്വാനിച്ചവരുണ്ട്. നമുക്ക് പരിപാടി കൃത്യസമയത്ത് ലൈവായി തത്സമയം സംപ്രേഷണം ചെയ്യുന്ന ഇസ്ലാമിക് media.com ആളുകൾ, അതുപോലെ സൗണ്ട്സ് ക്രമീകരിച്ച ആളുകൾ, ഇങ്ങനെ ഏതെല്ലാം വിധത്തിലും സഹായങ്ങൾ ചെയ്തവരുണ്ട്. നീ കാണുന്നവനാണ് അല്ലാഹ്. ഇവിടെ വരുന്ന ഉസ്താദുമാർക്ക് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി തന്ന വീട്ടുകാരുണ്ട്, ഉമ്മമാരുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണമല്ലാഹ്. റബ്ബേ, ഒരാളെയും ഹായിബാക്കല്ല റബ്ബേ. ചെയ്ത പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് നൽകണമല്ലാഹ്.
അല്ലാഹുവേ, ഈ വിനീതൻ പല ഭാഗങ്ങളും ഇന്നലെയും മിനിഞ്ഞാനും വാഹനനും മറ്റും ഭാഗങ്ങളിൽ പോയപ്പോ പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. റബ്ബേ, ഞങ്ങൾ വലിയ ആളായതുകൊണ്ടല്ല, പല മുഅ്മിനീങ്ങളെയും അഭിമുഖീകരിക്കുമ്പോ അവരുടെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാ അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളിൽ പൂർത്തീകരിച്ചു കൊടുക്കണമല്ല. ഇവിടെ കൊണ്ടുവന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വലിയ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, പൂർണ്ണമായ ശിഫാവ് നൽകണമല്ല. ഇങ്ങനെ പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അതുപോലെ നേരത്തെ പോയ സമയത്ത് ഇസ്മായിൽ എന്ന് പറയുന്ന നമ്മളൊരു ഡ്രൈവറായ നമ്മുടെ സജീവ നമ്മുടെ കമ്മിറ്റിയുടെ ട്രഷറർ, അദ്ദേഹത്തിന്റെ മകൾ ഷാനിദ എന്ന് പറയുന്ന കുഞ്ഞുമോള്, ആ മകൾ 5 വർഷമായി ഏകദേശം 5.5 വർഷം തുടർച്ചയായിട്ട് മംഗലാപുരത്ത് പോയിട്ട് അതുപോലെ ബ്ലഡ് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ. അല്ലാഹുവേ, ആ രോഗം പൂർണ്ണമായും ശിഫാഹ് നൽകണമല്ലോ. ഞങ്ങളെ മോശക്കാരാണെങ്കിൽ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, മഹത്തുക്കളാമീന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ സ്വീകരിച്ച് ആ രോഗം പൂർണ്ണമായും ശിഫാഹ് നൽകണമല്ലോ. ജോലിയില്ലാത്തവരുണ്ട്, റബ്ബേ അർഹമായ രൂപത്തിൽ യോജിച്ച നല്ല ജോലി കൊടുക്കണമല്ലോ. ആ കുഞ്ഞുങ്ങളുടെ അസുഖം പൂർണ്ണമായും ഭേദമാക്കി കൊടുക്കണമല്ലോ. മാതാപിതാക്കൾക്ക് മനസ്സമാധാനം ക്ഷമയും നൽകണമല്ലോ. ഇൻഷാ അല്ലാഹ് ഇനിയും സംസാരിക്കുന്നത് ദുആ ചെയ്യുന്നതെല്ലാം അദബുകേടാണ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെയും അതുപോലെ ഹസ്രത്തടക്കമുള്ള ആളുകളെ ഇവിടെ ഇരുത്തി സംസാരിക്കുന്നത് തീർത്തും ഒരു നിലക്കും യോജിച്ചതല്ല. സമയം നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ മഹാനവറുകളും അതുപോലെ മറ്റുള്ള ആളുകൾ എല്ലാവരും ക്ഷമിക്കണം പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. അതുപോലെ ഈ വിനീതൻ പഠിച്ച മഹത്തായ മുഹമ്മദ് മുസ്ലിം എഡ്യൂക്കേഷൻ സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന് അതിന്റെ ചാരിത്ര ദിവസം കൊള്ളുന്ന അതിന്റെ ശൈത്യനിരായ സയ്യിദുനാ താഹിർ തങ്ങളുടെ ഉസ്താദ് നമ്മെ വിട പറഞ്ഞ് 10 വർഷം പൂർത്തിയാവുകയാണ്. മഹാനുഭാവന്റെ പേരിൽ ഉറൂസ് മുബാറക്ക് വരുന്ന മെയ് 13, 14 തീയതികളിൽ നടക്കുകയാണ്. ആ മഹത്തായ ഉറൂസ് പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ദീനീ സ്നേഹികളെയും ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും മുഹമ്മത്തുമായി ബന്ധപ്പെടുന്നവരാണ്. ഇനിയും ആ ബന്ധം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണമെന്ന് പറഞ്ഞു ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നല്ല നിലക്ക് നസിഹത്ത് ബഹുമാനപ്പെട്ട കബീർ ഇമാം സഖാഫി ഉസ്താദുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കാവൽക്കട്ട ഹസ്രത്ത് എല്ലാ നാളിലും തിരക്കുട്ട പരിപാടിയായിട്ടിക്കണ് ബഹുമാനപ്പെട്ട കാവൽക്കട്ട ഹസ്രത്ത് ഉള്ളത്. ഞങ്ങളീ ടീച്ചറോട് ഈ റായത്തത് 3 വർഷത്തിന് മുന്നുള്ള പിന്നെ ഞാന ഉറക്കവിടുക പറഞ്ഞിട്ട് ചെന്നിട്ട് നിരന്തരമായിട്ട് ഞങ്ങൾ പ്രയത്നമാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഈ പരിപാടി 2 കാവൽക്കട്ട ഹസ്രത്ത് ധാരാളം പരിപാടി എപ്പോഴും അൽഹംദുലില്ലാഹ് ഈ വർഷം ഫസ്റ്റ് അതിരപ്പുറത്ത് കേട്ടിട്ടാൻ പറ്റുമോ ഇൻഷാ അല്ലാഹ് ബണ്ടാണ്ട് ഏൽപ്പിച്ചത് വന്നിട്ട് അതേ ഡേറ്റിന് ഫിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഇവിടെ ഫംഗ്ഷൻ വെച്ചതായിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ജാസ്തി പാതി ഷാഫിയും ഹനഫിയും 2 മദ്ഹബിന്റെ ആളുമാരും ഇവിടെ ഉള്ളത് വന്നിട്ട് കുറെ വിഷയം ഇവിടെ കാവൽക്കട്ട ഹസ്രത്ത് ഇവിടെ ഔത്തുലിക്കുന്നത് കുറെ വിഷയം ചൊന്തു. ഇൻഷാ അല്ലാഹ് എനിക്കൊരു വിഷയം ഇങ്ങനെ ചൊന്നിട്ട് ദ്വാർന്നിട്ട് തരൂ. സുന്നത്ത് ജമാഅത്തിന് ഹനഫി മദ്ഹബിൽ ഉണ്ട് സുന്നികളായിട്ട് സുന്നത്ത് ജമാഅത്തിൽ വന്നിട്ട് ശക്തമായിട്ട് പോരാട്ടം പോലത്തെ ഒരു പണ്ഡിതനായിട്ട് ഹസ്രത്ത് അല്ലാഹു തആല ദീർഘായുസ്സുള്ള ആഫിയത്ത് അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹസ്രത്തിന് തമിഴായിട്ട് ജീവിതകാലം നമുക്കും അല്ലാഹു ഇസ്സത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ദ്വാർന്നിട്ട് എല്ലാവർക്കും ഞങ്ങളെ ഒരു മുഹീദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ പേരിലും മൊയ്നുൽ ഇസ്ലാം അംഗനസറുടെ പേരിലും ഒന്നും കൂടിയിട്ട് ഹസ്രത്ത് അവർക്ക് സ്വാഗതം ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവരെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കട്ടെ. അസ്സലാമു അലൈക്കും.
السلام عليكم ورحمة الله. لك الحمد يا الله، الصلاة والسلام عليك يا رسول الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. آمنت بالله، صدق الله مولانا العظيم، صدق وبلغ رسوله النبي الأمين الكريم. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله، الصلاة والسلام عليك يا رحمة للعالمين صلی اللہ علیہ وسلم. آپ حضرات کافی دیر سے بیٹھے ہیں. اردو شاید آپ لوگ نہیں جانتے ہوں گے. اردو کتنے لوگوں کو آتی ہے؟ ہاتھ اٹھائیں. الحمدللہ سب لوگ سو رہے ہیں، اس لیے 1 منٹ کھڑے ہو جائیں. ಎಲ್ಲರೂ 1 ನಿಮಿಷ ಎದ್ದು ನಿಂತುಕೊಳ್ಳಿ. ಎಲ್ಲ ನಿದ್ದೆ ಹೋಗಿ. ಮಾಶಾಅಲ್ಲಾ. ಯಾ ನಬಿ ಸಲಾಮ್ ಅಲೈಕುಂ ಯಾ ರಸೂಲ್ يا حبيب سلام عليكم صلوات الله طلع البدر من ثنية الوداع وجب الشكر علينا ما دعا لله داعي. زور سے پڑھیں. سلام علیکم یا حبیب سلام. میں غلام مصطفیٰ ہوں، خاک پائے اولیاء ہوں، غوث کے در کا گدا ہوں، عاشق احمد رضا ہوں. یا نبی علیکم یا رسول سلام علیکم یا حبیب سلام علیکم صلوات اللہ. یا اللہ یا رحمان یا رحیم. عقید جہاں محمد رسول اللہ صلی اللہ علیہ وسلم کے وسیلے سے ہماری اس محفل کو اپنی بارگاہ میں قبول فرما. جتنے لوگ بھی اس محفل دعا میں شریک ہیں، ان سب کے جان و مال، عزت و آبرو، بالخصوص ہمارے ایمان کی حفاظت فرما. آمین یا رب العالمین. عزیزان ملت، آپ ابھی ثقافی استاد سے الحمدللہ 2 ಗಂಟೆ سے بھی زیادہ ان کی ನಸೀಹತ್ ಆಗಲಿ. ತುಂಬಾ ಚಂದ ಮಾತಾಡ್ತಾ ಇದ್ರು. ಇನ್ನೂ 1 ಗಂಟೆ ಆದ್ರೂ ಕೂಡ ಯಾರು ಕೂಡ ಅಲ್ಲಾಡ್ತಾ ಇರಲಿಲ್ಲ. ಉಸ್ತಾದ್ ಹೇಳುವರ ಎಲ್ಲ ಮಾತಿನ ಮೇಲೆ ಅಲ್ಲಾಹು ನಮ್ಮನ್ನು ಅಮಲ್ ಮಾಡಲಿಕ್ಕೆ ತೌಫೀಕ್ ನೀಡಲಿ. آج ہمارے پاس جو سب سے عظیم دولت ہے وہ ہمارا ایمان ہے. خدا نے اس دنیا میں بہت ساری نعمتیں پیدا کی ہیں، لیکن ساری نعمتیں سب کے لیے. اردو آدھے لوگ آ رہی ہے نا. ಈ ದುನಿಯಾವಿನಲ್ಲಿ ಅಲ್ಲಾಹ ಬೇಕಾದಷ್ಟು ನೇಮತ್ಗಳಿದೆ. ಆ ನೇಮತ್ಗಳು ನಮ್ಗೆ ಮಾತ್ರವಲ್ಲ, ಇಸ್ಲಾಮಿನೊಬ್ಬರಿಗೆ ಮಾತ್ರವಲ್ಲ, ಎಲ್ಲರೂ ಯೂಸ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಗಾಳಿ ನಮಗೂ ಕೂಡ ಇದೆ, ಬೇರೆ ಧರ್ಮದ ಗಾಳಿ ಯೂಸ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಭೂಮಿ ನಮಗೂ ಕೂಡ ಇದೆ, ಅವರು ಕೂಡ ಯೂಸ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. पैसा हमारे पास भी है, काफिरों के पास भी है. मुल्क हमारे पास भी है, काफिरों के पास भी है. दुनिया हमारे पास भी है, काफिरों के पास भी है. एक चीज जो हमारे पास है और कुफार के पास नहीं है, वो ईमान की दौलत है.
ದಾರಿ ಎಲ್ಲ ದೊಡ್ಡ ನೇಮತ್ ನಮ್ಮ ಹತ್ರ ಮಾತ್ರ ಇದೆ. ನಮ್ಮನ್ನು ಬಿಟ್ಟ ಬೇರೆ ಒಬ್ಬರಿಗೂ ಕೂಡ ಆ ನೇಮತ್ ಅಲ್ಲಾಹ್ ನೀಡಲಿಲ್ಲ. ಅದು ಈಮಾನಿನ ಆಸ್ತಿಯಾಗಿ ಈಮಾನಾಗಿದೆ. ಇದನ್ನು ಉಳಿಸಬೇಕು. ಹೇಗೆ ಉಳಿಸ ಸಾಧ್ಯ? ಈಗ ತನಿಷ್ಠರು ಹೇಳಿದ್ದಾರೆ, ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನನ್ನ ಈ ಉಮ್ಮತಿಗಳು ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ ಕಲಿಮತು ತೊಯ್ಯಬಹುದವರು, ಕಿಬಲದ ಕಡೆ ಮುಖ ಮಾಡಿ ನಮಾಜ್ ಮಾಡೋರು, ಕುರಾನ್ ಶರೀಫ್ ಪಾರಾಯಣ ಮಾಡೋರು, ಜಕಾತ್ ಸದಕ ಹಜ್ ನಿರ್ವಹಿಸೋರು 73 ಪಾರ್ಟಿಗಳಾಗಿ ತುಂಡು ತುಂಡಾಗಿ ಹೋಗುವಾಗ ಆ 73 ಪಾರ್ಟಿಗಳಲ್ಲಿ ಎಲ್ಲ ಕೂಡ ನಮಾಜ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ, ಹಜ್ ನಿರ್ವಹಿಸ್ತಾ ಇದ್ದಾರೆ, ಬಡವರಿಗೆ, ಯತೀಮ್ ಮಕ್ಕಳಿಗೆ, ಅನಾಥರಿಗೆ ಬೇಕಾಗುವಂತ ಸಹಾಯವನ್ನು ನೀಡ್ತಾ ಇದ್ದಾರೆ. ಇವರು ವಹಾಬಿಗಳು ಇಲ್ಲಿ ಬೋರ್ವೆಲ್ ಇಲ್ಲ, ಅಲ್ಲಿ ಬರ್ತಾ ಇದ್ದಾರೆ, ನಾನು ಬೋರ್ವೆಲ್ ಮಾಡಿಕೊಡ್ತೇವೆ, ಮನೆ ಇಲ್ಲದ್ರೆ ಬರ್ತೇವೆ, ನಾವು ಮನೆ ಇರ್ತೇವೆ, ನಮ್ಮಲ್ಲಿ ಯಾರು ಬೇಡದ ದೊಡ್ಡ ರೋಗಗಳಿದ್ದರೆ ಅವರ ಹತ್ರ ಬರ್ತಾ ನೀವು ಕ್ಯಾನ್ಸರ್ ಏಡ್ಸ ಅದಕ್ಕೆ ನಾವು ಹಣ ಕೊಡ್ತೀವಿ ಅಂತ ಹೇಳಿ ನಮ್ಮ ಹತ್ರ ಬರ್ತಾ ಇದ್ದಾರೆ. ಸಾರಿ ಅಮಲು ಎಲ್ಲ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅದನ್ನ ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ ಒಂದು ಕಾದಿ, ಮುಫ್ತಿ, ಆಲಿಮ್ ಹೇಳ್ತಾ ಇರೋದಿಲ್ಲ, ಎಲ್ಲ ಅಂಬಿಯಾಗಳ ಇಮಾಮ್ ಆಗಿರುವ ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ. ಆ 72 ಪಾರ್ಟಿಗಳು ಎಷ್ಟೇ ದೊಡ್ಡ ಸತ್ಕರ್ಮಗಳು ಅವರ ಕೈಲಿದ್ದರೂ ಕೂಡ ಅವರು ಮುಸ್ಲಿಂ ಅಲ್ಲ ಎಂದು ತೀರ್ಮಾನ ಮಾಡಿದ್ದು ಒಂದು ಕಾಜಿ, ಆಲಿಮ್, ಮುಫ್ತಿ ಅಲ್ಲ, ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ. ಅವರು ಮುಸ್ಲಿಂಗಳು ಅಲ್ಲ ಎಂದು ತೀರ್ಮಾನ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಇಲ್ಲ, ವಾಹಿದ, ಒಬ್ಬರು ಮಾತ್ರ ಮುಸ್ಲಿಂಗಳು, ಒಬ್ಬರು ಮಾತ್ರ ಸ್ವರ್ಗಕ್ಕೆ ಹೋಗುವರು ಎಂದು ತೀರ್ಮಾನ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನಮ್ಮ ನಬಿಯವರಾಗಿರುವ ಆ ಒಂದು ಜಮಾಅತ್ ಸ್ವರ್ಗಕ್ಕೆ ಸೇರೋರು ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್ ನಾವು ಮಾತ್ರ ಆಗಿದ್ದೇವೆ. ಅದು ನಾವು ಮಾತ್ರ ಆಗಿದ್ದೇವೆ. ಇದರಲ್ಲಿ ಯಾವುದೂ ಸಂಶಯವಿಲ್ಲ, ಯಾವುದೂ ಸಂಶಯ. ಹಾಗೆ ನಮ್ಮ ಹತ್ರ ಈಮಾನ್ ಇರುವಾಗ ನಾವು ಯಾವ ರೀತಿ ನಮ್ಮ ಈಮಾನನ್ನು ಕಾಪಾಡಬೇಕು. ನಮ್ಮಲ್ಲಿ ಚಿನ್ನ ಇದ್ದ ನಮ್ಗೆ ಕಳೆದು ಬಿಡ್ತಾರ. ನಿಮ್ಮಲ್ಲಿ ಒಂದು 10 50 ಪೌಂಡ್ ಚಿನ್ನ ಜೇಬಲ್ಲಿ ಇಟ್ಕೊಂಡು ನಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟ? ಈಗ ಒಬ್ಬರು ಹೋಗೋಕೆ ಸಾಧ್ಯ ಇದೆ. ಅಮೂಲ್ಯವಾದ ವಸ್ತುವನ್ನು ನಾವು ಜಾಗ್ರತೆ ಮಾಡದಿದ್ದರೆ ನಮ್ಮ ಪ್ರಾಣ ಕೂಡ ಇವತ್ತು ನಮ್ಮನ್ನು ಕೊಂದು ಕೂಡ ವಸ್ತುವನ್ನು ಕೊಂಡೋಗ್ತಾ ಇದ್ದಾರೆ. ಎಲ್ಲ ವಸ್ತುಗಳು ಅಮೂಲ್ಯವಾಗಿರೋದು ನಮ್ಮ ಈಮಾನ್. ಅದನ್ನು ಕೊನೆಯ ನಬಿಯಾಗಿದ್ದಾರೆ. ನಮ್ಮ ನಬಿಯಾದ ಯಾರು ಕೂಡ ನಬಿಯ ಮುರಸಲ್ ಬಳಿ ಸಾಧ್ಯವಿಲ್ಲ. ಸಾಧ್ಯ ಉಂಟಾ? ಖಾತಿಮುನ್ ನಬಿಯೀನ್ ಅದು ಅವರ ವಿಶ್ವಾಸದಲ್ಲ. ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ ಅವರ ಕಾಲದಲ್ಲಿ ಅಂಬಿಯಗಳು, ನಂತರ ಕೂಡ ಅಂಬಿಯಗಳು ಬರುವ ಸಾಧ್ಯತೆ ಇದೆ ಎಂದು ಅವರ ವಿಶ್ವಾಸ. ನಬಿಯವರ ಇಲ್ಮಿನ ಬಗ್ಗೆ ತಬಲೀಗರು ಬರ್ದಿದ್ದೇನೆ ಗೊತ್ತಾ? ನಮ್ಮ ವಿಶ್ವಾಸ ಏನು? ಸಯ್ಯಿದುನ ಆದಮ್ ಅಲೈಹಿಸ್ಸಲಾಂ ಅಲ್ಲಿಂದ ಹಿಡಿದು ಕಯಾಮತ್ತಿನವರೆಗೆ ಬರುವಂತ ಮನುಷ್ಯರಿಗೆ ನಮ್ಮ ನಬಿಯರು ಕೊಟ್ಟಿರುವಂತಹ ಇಲ್ಮು ಅಲ್ಲೋ ಯಾರಿಗೂ ಕೂಡ ನೀಡಲಿಲ್ಲ. ನೀಡಿದ್ದಾನ? ಸಾಧ್ಯವಿಲ್ಲ. ಆ ತಬಲೀಗರು ಏನ್ ಬರೆದಿದ್ದಾರೆ? ನಮ್ಗೆ ಹೇಳಲಿಕ್ಕೆ ಭಯ ಆಗ್ತಾ ಇದೆ. ಏನ್ ಬರೀತಾ? ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಇರುವ ಇಲ್ಮು ಅದು ಪ್ರಾಣಿಗಳಿಗೂ ಅಂತ ಇಲ್ಮಿದೆ. ನಾಯಿಗೆ, ಹುಚ್ಚನಿಗೆ, ಮಕ್ಕಳಿಗೆ ಇರುವಂತಹ ಇಲ್ಮಾಗಿದೆ ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ. ಅಲ್ಲಾಹು ಅವರ ಶರೀರ ನಿಮ್ಮ ಜಮಾತನ್ನು ಕಾಪಾಡಲಿ. इसलिए अल्हम्दुलिल्लाह अजीज मिल्लत इस्लामिया हम अहले सुन्नत हैं, नबी की मोहब्बत हमारे पास है. ಈಗ ಅದನ್ನು ಹೇಳ್ತಾ ಇದ್ರು ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ 3 ವರ್ಷ ನಡೆಯಲು ಶುರು ಮಾಡಿದ್ದಾರೆ. 5 ವರ್ಷದಲ್ಲಿ ಮಾತನಾಡಿ 5 ತಿಂಗಳಲ್ಲಿ ಮಾತನಾಡಿ ಶುರು ಮಾಡಿದ್ದಾರೆ. 10 ತಿಂಗಳಾಗ ಓಡಿಕೊಂಡು ಹೋಗ್ತಾ ಇದ್ರು. ಆ ಒಂದು ಪ್ರವಾದಿ ಬಗ್ಗೆ ತಬಲೀಗರು ಬರೆದಿದ್ದೇನು? ನಮ್ಮಂತ ಸಾಧಾರಣ ಮನುಷ್ಯ ನಬಿ ಮರ್ಕರ್ ಮಿಟ್ಟು ಮಿಲುವೆಯಾ ಹೈ, ನಬಿಯವರು ವಫಾತಾಗಿ ಮಣ್ಣಿಗೆ ಸೇರಿ ಹೋಗಿದ್ದಾರೆ ಅಂತ ಬರೆದಿದ್ದಾರೆ. इसलिए आप नबी से मोहब्बत करें. नबी की मोहब्बत हमारे ईमान की जान है. याद रखिए, नबिಯವರ ಇಶ್ಕ್, ಮೊಹಬ್ಬತ್ ಅದು ಈಮಾನಿನ ಆತ್ಮವಾಗಿದೆ. ಈಮಾನಿನ ಜೀವ ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ
इसलिए नबी से मोहब्बत करें. आप लोग सो रहे हैं, ಎಲ್ಲ ನಿದ್ದೆ ಮಾಡ್ತಾ ಇದ್ದೀರಾ, ಟೈಮ್ ಜಾಸ್ತಿ ಇದ್ದು ಸರಿಯಲ್ಲ. ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲಾ ನಮ್ಮೆಲ್ಲರ ಈಮಾನ್ ಸಲವತ್ತನ್ನು ಮಾಡಲಿ. ಇಸ್ಲಾಂ ಈಮಾನ್ ಅಂತ ಹೇಳಿಕೊಂಡು ಬರುವ ಎಲ್ಲ ಕಜ್ಜಾಬುಗಳ ಶರ್ರಿಂದ ಅಲ್ಲಾಹ್ ನಮ್ಮನ್ನು ಕಾಪಾಡಲಿ. ಸಯ್ಯಿದನ ತಾಜುಲ್ ಉಲಮಾ ಬರಕದಿಂದ ಅಲ್ಲಾಹ್ ಸುನ್ನತ್ ಜೀವನದಲ್ಲಿ ನಮ್ಮನ್ನು ನೆಲೆನಿಲ್ಲಿಸಲಿ. ಆಮೀನ್ ಯಾ ರಬ್ಬಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್. हाँ, सब लोग करीब आ जाएं. ಎಲ್ಲರೂ ಎದ್ದು ಬನ್ನಿ, ಎದ್ದುಕೊಳ್ಳಿ. ಇಲ್ಲಿ ಬರ್ಬೋದಲ್ಲ, ಇವರು ರಿಕ್ಷಾ ಹೋಗ್ಬೋದಾ? ಹೋಗಲಿಲ್ಲ. ಎಲ್ಲರೂ ಹತ್ತಿರ ಬನ್ನಿ. सब लोग पढ़े. ಎಲ್ಲರೂ ಓದಿ. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್. ಅಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲೈಕ ಯಾ ಸಯ್ಯದಿ ಯಾ ರಸೂಲಲ್ಲಾಹ್. ಜೋರಾಗಿ ಅಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲೈಕ ಯಾ ಸಯ್ಯದಿ ಯಾ ರಸೂಲಲ್ಲಾಹ್. ಅಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲೈಕ ಯಾ ಸಯ್ಯದಿ ಯಾ ರಸೂಲಲ್ಲಾಹ್. ಅಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲೈಕ يا سيدي يا رسول الله. الصلاة والسلام عليك 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 يا سيدي يا رسول الله. أسألك الشفاعة يا رسول الله. أسألك الشفاعة يا رسول الله. أسألك الشفاعة يا رسول الله. أغثنا يا رسول الله. أغثنا يا رسول الله. أغثنا يا رسول الله. الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. اللهم
صل على سيدنا ونبينا محمد صلاة تحسن بها آمالنا اللهم صل على سيدنا ونبينا محمد صلاة تغفر بها ذنوبنا اللهم صل على سيدنا ونبينا محمد صلاة تستر بها عيوبنا اللهم صل على سيدنا ونبينا محمد صلاة تثقل بها اللهم صل على سيدنا ونبينا محمد صلاة تقصر بها شهواتنا اللهم صل على سيدنا محمد صلاة تحفظنا بها من الحسد والكبرياء اللهم صل على سيدنا ونبينا محمد صلاة ترزقنا بها اتباع السنة والجماعة اللهم صل على سيدنا ونبينا محمد صلاة تبعثنا بها مع الشهداء والصالحين أغثنا يا رسول الثقلين أغثنا يا رسول الثقلين أغثنا يا رسول الثقلين أنت حق منيب الله المستغاث لحضرة الله تعالى الصلاة والسلام عليك يا رسول الله بغرنا بلا افتاد كشتي ضعيفان وشكستارات پشتي بحق خواجہ عثمان هارونی مدد کن یا معین الدین چشتی بغرنا بلا افتاد كشتي ضعيفان وشكستارات پشتي بحق خواجہ عثمان هارونی مدد کن یا معین الدین چشتی بغرنا بلا افتاد كشتي ضعيفا وشكستارات پشتي بحق خواجہ عثمان هارونی مدد کن یا معین الدین چشتی اغثنا یا رسول الثقلین اغثنا یا رسول الثقلین اغثنا یا رسول الثقلین اللهم انزله المنزل المقرب عندك يوم القيامة يا الله يا رحمن يا رحيم يا عزيز يا الله يا كريم يا الله يا جبار يا الله يا ستار يا الله يا غفار يا الله ولا سب گناہگار ہیں عمدن گناہ کے عادی ہو چکے ہیں امن جھوٹ کے عادی ہو چکے ہیں اے اللہ ہم جان بوجھ کے ہم گناہ کر رہے ہیں معلوم ہے یہ کام حرام ہے معلوم ہے کام تیری بارگاہ میں ناپسندیدہ ہے اس کے باوجود ہم گناہ کرتے جا رہے ہیں لیکن مولا اس محلے والوں نے سیدنا خواجہ خواجگان عطاء الرسول سلطان ہند خواجہ غریب نواز رضی اللہ تعالیٰ عنہ کے نام پاک پر اس محفل پاک کا انعقاد کیا ہے مولا ہندوستان کی سرزمین پر اسلام کو پھیلانے والے پوری تعلیمات کو پہنچانے والے تیرے آقا کے محبوب نواز سے سرکار غریب نواز اجمیری کا واسطہ تو نے قرآن میں فرمایا ہے وَلَوْ أَنَّهُمْ إِذْ ظَلَمُوا أَنفُسَهُمْ جَاءُوكَ فَاسْتَغْفَرُوا اللَّهَ وَاسْتَغْفَرَ لَهُمُ الرَّسُولُ لَوَجَدُوا اللَّهَ تَوَّابًا رَحِيمًا اسی آیت کریمہ پر عمل کرتے ہوئے ہم سب گنہگار تیری بارگاہ میں حاضر آئے ہیں تیری بارگاہ میں ہم سب مل کر محمد الرسول اللہ صلی اللہ علیہ وسلم کو وسیلہ پیش کرتے ہیں یا ربی یا ربی یا ربی تو نے آدم علیہ السلام کی توبہ ہمارے نبی کی وسیلے سے قبول فرمائی ہے نوح علیہ السلام کی کشتی ہمارے نبی کی وجہ سے کنارے پہ لگی ہے ابراہیم علیہ السلام پر آگ کو تو نے گلزار کیا ہے اسی رسول اعظم کا واسطہ ہمارے آقا ہمارے مولا محمد رسول اللہ صلی اللہ علیہ وسلم کا واسطہ ہماری مغفرت فرما ہمارے صغیرہ اور کبیرہ گناہوں کو معاف فرما آئندہ زندگی میں ہر حرام سے ہر ناجائز کام سے ہم کو بچنے کی توفیق عطا فرما ہمارے والدین تیری رحمت ہے تیری نعمت ہے تیرا تحفہ ہے ہمارے سب ہم میں سے جن کے بھی ماں باپ انتقال ہو چکے ہیں ہمارے مرحوم ماں باپ کی قبروں پر اپنی خاص رحمت کو نازل فرما عذاب قبر عذاب حشر عذاب جہنم عذاب صراط سے ہمارے والدین کی حفاظت فرما یا اللہ ہماری تعلیم کے لیے ہماری تربیت کے لیے ہم کو بڑھانے کے لیے انہوں نے جو مشقت اٹھائی ہے ہم اس کے حق کے بھی سبکدوش نہیں ہو سکتے یا رب حضور علیہ السلام کا واسطہ ہم اس جن کے ماں باپ انتقال ہو چکے ہیں ان کی قبروں کو حد نگاہ تک کشادہ فرما اے اللہ ہم میں سے جن کے بھی ماں باپ زندہ ہیں
اپنے حبیب محمد رسول اللہ صلی اللہ علیہ وسلم کا واسطہ ہمارے ماں باپ کی عمر میں برکت عطا فرما، ان کو لمبی عمر عطا فرما، کینسر ہے، جنون ہے، سرطان ہے، طاعون ہے، جتنی بھی موذی بیماریاں پائی جا رہی ہیں ان تمام امراض اور اسقام سے ہماری اور ہمارے والدین کی، ہمارے بچوں کی حفاظت فرما۔ یا اللہ یہ ماہ مبارک رجب المرجب ہے، یہ 13 مہینہ ہے، اس میں عبادتیں کرنی ہے، لیکن یا اللہ آدھا مہینہ گزر گیا ہے، ایک رائے کے برابر بھی ہمارے اندر کوئی تبدیلی نہیں آئی ہے۔ یا اللہ تجھے محبوب تو جہاں محمد رسول اللہ صلی اللہ علیہ وسلم کا واسطہ رجب کے جتنے ایام باقی ہیں بقیہ ایام میں ہم کو نیک عمل کی توفیق عطا فرما، اعمال صالحہ کی توفیق عطا فرما، تلاوت قرآن کی توفیق عطا فرما، سرکار پر صلوات و سلام کی توفیق عطا فرما۔ یا اللہ اس محفل میں بہت سارے تاجر یہاں آئے ہیں، ان تمام تاجروں کی تجارت برکت عطا فرما، بہت سارے نوجوان آئے ہیں، یا اللہ ہمارے نوجوانوں کو حرام سے بچا، شراب سے بچا، جوئے سے بچا، برے دوستوں سے بچا، برے کلچر سے بچا، بری تہذیب سے بچا، تمام چھوٹے بڑے برائیوں سے ہمارے نوجوانوں کو بچنے کی توفیق عطا فرما۔ یا رب تجھے محبوب کا واسطہ، یا اللہ ہمارے جماعت کے علماء اہل سنت کی عمر میں مزید برکت عطا فرما، ان کے علم میں برکت عطا فرما، ان کی حکمت میں برکت عطا فرما، زمینی آسمانی بحری بر ہر بلا اور مصیبت سے علماء اہل سنت کی حفاظت فرما۔ یا اللہ اس محفل دعا میں جتنے لوگ آئے وہ ساری ہماری مائیں بہنیں بیٹیاں آئی ہوئی ہے، یا رب سیدہ خاتون جنت فاطمہ الزہرا رضی اللہ تعالی عنہا کے وسیلے سے ہماری خواتین کو سیدہ کے نقش قدم پر چلنے کی توفیق عطا فرما۔ اے اللہ بہت ساری مسلم بچیاں کافروں کے ساتھ بھاگ رہی ہیں، مجوسیوں کے ساتھ بھاگ رہی ہے، یہود و نصارہ کے ساتھ انہوں نے بھاگنے کا ارادہ کر لیا ہے، ان کے بری حرکت سے اسلام پر دھبا پڑ رہا ہے۔ یا اللہ تو قہار ہے، تجھے محبوب کا واسطہ ہماری بچیوں کو تجھ سے ڈرنے کی توفیق عطا فرما۔ یا اللہ تجھ سے ڈرنے کی توفیق عطا فرما، ہم کو ریا سے بچا، تکبر سے بچا، غرور سے بچا، گھمنڈ سے بچا، زمینی آسمانی بحری بری بلاؤں سے ہم سب کی حفاظت فرما۔ جب تک دنیا میں رہے عزت کے ساتھ، عافیت کے ساتھ، اے اللہ سکون کے ساتھ زندگی عطا فرما، غریبوں کی، مساکین کی، یتیموں کی ہم کو مدد کی توفیق عطا فرما۔ پورے ہندوستان میں اے اللہ ہماری مساجد کی حفاظت فرما۔ قائد الزمان سلطان علماء ہند کی سرزمین پر 3000 مسجدوں کی تعمیر کی ہے، مولا ان کی خدمت اپنی بارگاہ میں قبول فرما۔ اے اللہ جتنے سنی علماء جو بھی خدمت کر رہے ہیں ان تمام کی خدمتوں کو اپنی بارگاہ میں شرف قبولیت عطا فرما۔ اے اللہ ہم سب مدینہ طیبہ سے دور ہیں، صاحب استطاعت مدینہ جانے کی سعادت حاصل کر رہے ہیں، مولا ان میں بہت سارے غریب ہیں، ان سب کو زندگی میں ایک بار مدینے کی حاضری عطا فرما، مدینے والے کی محبت عطا فرما، ہر ایک طرح کے نقصان سے ان کی حفاظت فرما۔ اللهم نبت بالعلم قلوبنا واستعمل بتعليم مداننا وخلص من الفتن اسرارنا واشغل بالاعتبار افكارنا وقنا شر وساوس الشيطان واجرنا منه يا رحمن حتى لا يكون علينا سلطان. اللهم طهر قلوبنا من كل وصف يباعدنا عن مشاهدتك ومحبتك وامتنا على السنة والجماعة والشوق الى لقائك يا ذا الجلال والاكرام. اللهم انا نسألك علم الخائفين وإنابة المخبتين وإخلاص الموقنين وشكر الصابرين وتوبة الصديقين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا يا مولانا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. ನಮ್ಮ ಕಾವಲ್ ಕಟ್ಟೆಯಲ್ಲಿ ಇದೇ ಬರುವ ಜೂನಿಂದ ಇಂಗ್ಲಿಷ್ ಮೀಡಿಯಂ ಸ್ಕೂಲ್ ಸಂತೋಷ CBSE ಇರುವ ಸಿಲೆಬಸ್ ಸ್ಕೂಲ್ ಶುರುವಾಗ್ತಾ ಇದೆ. ನಿಮ್ಮ ಈ ನಾವೂರದಿಂದ 2-3 ಮಕ್ಕಳು ಅಡ್ಮಿಷನ್ ಮಾಡಿದ್ದಾರೆ. ಸಾಧ್ಯವಾದವರು LKG ಅಂದರೆ ಮಕ್ಕಳಿಗೆ ಹಾಫಿಜ್ ಮಾಡುವಂತ ಪ್ರಯತ್ನ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಹಾಗಾಗಿ ಯಾರಾದ್ರೂ ಎಷ್ಟೊಂದು ಕಲಿಗೆ ಮನಸ್ಸಿದ್ದರೆ ಅಲ್-ಖಾದಿಸ ಸ್ಕೂಲ್ಗೆ ಮಕ್ಕಳು ಕಲಿಸಿ.
കാവൽക്കട്ടയിൽ LKG പെണ്ണിന് പഠിപ്പാട്ടിൽ എല്ലാ സംവിധാനവുമുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ഹസരത്ത് ചൊല്ലി, അതുകൊണ്ട് എല്ലാവരും അതൊക്കെ തന്നെയായ മക്കളെ കടത്തുകൊണ്ടിരുന്ന കടത്തുകൊണ്ട് ചൊല്ലി. പിന്നെ എല്ലാവരും ഹസരത്തിനെ കൈ മുഷാഫാത്ത് ചെയ്തിട്ട് എല്ലാവരും പോകണം. അല്ലാഹു ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ വഹാബിന്റെ ഈമി കൊല്ലം ഉസ്താദ്, അതേപോലെ കിള്ളൂർ തങ്ങളും ബണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള വ്യക്തികളെ ഇന്നത്തെ പോലെ ലേറ്റാക്കാണ്ട് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് നമ്മൾ പെട്ടെന്നായിട്ട് അജ്മീർ മൗലിദ് തുടങ്ങും. നിങ്ങളെ പ്രധാനപ്പെട്ട ഘടകമായിട്ടിട്ട് അജ്മീർ മൗലിദ് 3 തിങ്കൾ വരെ നടത്തരുത്. അതിലൊരു വാർഷിക നടന്നിട്ട് നിങ്ങളെല്ലാവരും മഗ്‌രിബിനെ വന്നിട്ട് ആ മൗലിദിന്റെ സദസ്സിനെ കൂടി ഇൻഷാ അല്ലാഹ് അവരെ തബറുക്ക് വിതരണം ലാസ്റ്റ് നടക്കണം. എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. യാ റബ്ബി ബിൽ മുസ്തഫാ بلغ مقاصدنا واغفر لنا ما مضى واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. പ്രത്യേകിച്ചിട്ട് നാളെ നിങ്ങൾക്ക് തന്നെ കവറും എല്ലാം നല്ല നിലക്ക് സുഖിക്ക് കമ്മിറ്റി ഭാരവാഹികളായിട്ട് വർദ്ധിക്കണം. നല്ല നിലക്ക് സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു എല്ലാവരും ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.